ഹായ് ഫ്രണ്ട്സ്, നിച്ചൂസ് നെസ്റ്റിലേക്ക് സ്വാഗതം. പ്രസവശേഷം ഡയസ്റ്റാസിസ് റെക്ടി എന്ന കണ്ടീഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ വളരെ എഫക്റ്റീവായ ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ യൂട്രസിനെയും അബ്ഡോമിനൽ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്തെടുക്കുവാൻ പറ്റിയ വളരെ നല്ല എക്സസൈസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞവർക്കും സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ഈ സമയത്തിനുള്ളിൽ എപ്പോഴാണോ നിങ്ങളുടെ മുറിവെല്ലാം പൂർണ്ണമായും മാറി നിങ്ങൾ ഫുള്ളായിട്ട് പെയിൻ ഇല്ലാതെ റിക്കവർ ആകുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാം. അടുത്തിടെ പ്രസവം കഴിഞ്ഞവർക്ക് മാത്രമല്ല, പ്രസവം കഴിഞ്ഞ് 1 വർഷമോ അതിൽ കൂടുതലോ ആയിട്ടും നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്ടി എന്ന കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. ഡയസ്റ്റാസിസ് റെക്ടി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇത് ചെയ്യുന്നതിന്റെ തവണകൾ നിങ്ങൾ കൂട്ടിയാൽ മാത്രം മതി. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എക്സസൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കിടക്കുക. കൈകൾ രണ്ടും ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെക്കണം. അതിനുശേഷം ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊണ്ടുവന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുക. ഇതൊരു 10 തവണ ഓരോ കാലിനും വെച്ച് ചെയ്യുക. കാല് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനും താഴെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തതിനു ശേഷം ശ്വാസം വിടുന്നതിനും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് ആ ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുകയുള്ളൂ. ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10 തവണ വീതം ഓരോ എക്സസൈസും ചെയ്താൽ മതിയാകും. അതല്ല 1 വർഷമോ അതിൽ കൂടുതലോ ആയിട്ടുള്ളവരാണെങ്കിൽ 10 തവണ മതിയാവില്ല. നിങ്ങൾ കൗണ്ട് കൂട്ടി 25 30 തവണയോ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എക്സസൈസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം കാലുകൾ മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ ഇതുപോലെ വൈഡാക്കി 2 സൈഡിലേക്കും കൊണ്ടുപോവുക. തിരിച്ച് വീണ്ടും പഴയ പോലെ അടുപ്പിച്ച് വെക്കണം. ഇവിടെയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം വേണം കാലുകൾ വൈഡാക്കി വെക്കാൻ. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. കൈകൾ സ്ട്രെയിറ്റ് ആയി വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടത്. 10 തവണ ഈ സ്റ്റെപ്പ് ആവർത്തിക്കുക. ഡെലിവറി കഴിഞ്ഞ് 1 വർഷമോ അതിനേക്കാൾ കൂടുതലൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ എണ്ണം കൂട്ടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലുകൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ ഹിപ്പ് ഏരിയ മുകളിലേക്ക് പൊന്തിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറിലേക്ക് നല്ലൊരു പ്രഷർ ഫീൽ ചെയ്യും. ഇത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ 10 തവണ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 4th എക്സസൈസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൈകൾ രണ്ടും നിലത്ത് കുത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ മുട്ടുകുത്തി നിൽക്കുക. നിങ്ങളുടെ ഹിപ്പ് 90 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വലത് കാലും ഇടത് കൈയും ഒരുമിച്ച് പൊക്കണം. അത് 10 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് ഇടത് കാലും വലത് കൈയുമാണ് പൊക്കേണ്ടത്. അതായത് കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈയാണ് പൊക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നോക്കി ചെയ്യണം കേട്ടോ. 2 കാലുകളും കൈകളും പൊക്കിയ ഒരു സ്റ്റെപ്പാണ് 1 എന്ന് കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 and 10.
ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ചകൾക്ക് ശേഷം 1 മാസം നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയാസ്റ്റിസ് റെക്ടി പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഡെലിവറി കഴിഞ്ഞ് 1 വർഷത്തിൽ കൂടുതലായവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൗണ്ട് കൂട്ടി ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കും.